പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായുള്ള ശാലോമിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മോടുകൂടെ എന്ന് പേരിട്ട് നമ്മൾ നടത്തുന്ന ഈ ശുശ്രൂഷയിലേക്ക് അതിൻ്റെ 22-ാം നാളിലേക്ക് ഡിസംബർ 22 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ നമ്മളൊക്കെ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സങ്കടവുമാണ്. പക്ഷെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ, ആനന്ദത്തിൻ്റെ നാളുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ മറ്റ് ദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം, നവംബർ പകുതിയോടുകൂടിയെങ്കിലും ക്രിസ്മസ് ഒരുക്കങ്ങൾ തുടങ്ങും. അതിന് മറ്റ് കാരണങ്ങളുണ്ട്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ്സൊക്കെ അതിൻ്റെ ഭാഗമാണ്. എനിവേ, എന്നാലും ആ ക്രിസ്മസ് അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറും. അത്തരം ഒരുക്കങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ഒത്തിരി കാണാനും പറ്റും. നമുക്ക് വേണ്ടത് കൺമുമ്പിലെ ഒരുക്കങ്ങളെക്കാൾ ആത്മാവിലെ ഒരുക്കങ്ങൾ ഈ കാലത്തിന് ആവശ്യമുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷ കഴിഞ്ഞ 22 നാളുകളായി നമ്മൾ അതിൻ്റെ ഭാഗമായി അനുയാത്ര ചെയ്ത് ഇങ്ങനെ വരുന്നത്. ഇന്ന് 22-ാം നാളിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നലെയെ പറഞ്ഞു വെച്ചിരുന്നു ഇന്നെന്താ ചിന്തിക്കാൻ പോകുന്നതെന്ന്, ഈശോയുടെ ഇൻഫൻസി ട്രയാങ്കിളിലെ രണ്ടാമത്തെ സ്ഥലം. ഇന്നലെ നമ്മൾ നസ്രത്ത് ചിന്തിച്ചു. നസ്രത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നുകൂടെ ഓർത്തെടുക്കുന്നതൊക്കെ നല്ലതാണ്. എന്തിനാണെന്നറിയാമോ ഇങ്ങനെ റിവിഷനൊക്കെ ഞാനിങ്ങനെ എന്താ പറയുന്നത്, സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? നമുക്ക് വചനം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പ്രളയമാണ് പ്രളയം. എന്നിട്ടോ ഇത് വലുതും മനസ്സിൽ ഇരിപ്പുണ്ടോ, വലുതും കയ്യിലോട്ട് എടുത്തോ? അതാണ് പ്രശ്നം. എല്ലാ കേൾക്കുന്ന നേരത്തെ ഒരു സുഖമായിട്ട് മാറിയിരിക്കുകയാണ്. കർണപുടങ്ങൾക്ക് സുഖം നൽകുന്ന ഒന്നായിട്ട് നമ്മുടെ വചനപ്രഘോഷണങ്ങളൊക്കെ മാറിപ്പോകുന്നൊരു കാലത്ത് നമ്മൾ ഒന്നുകൂടെ നോക്കണം. ഇപ്പോൾ ഇന്നലെ കേട്ട വചനം ഇന്ന് ഓർമ്മയിലുണ്ടോ എന്നെങ്കിലും നോക്കണം. ഞായറാഴ്ച വികാരിച്ചൻ വളരെ കാര്യമായിട്ട് പള്ളിയിൽ പറഞ്ഞ പ്രസംഗം തിങ്കളാഴ്ച ഒന്ന് ഓർത്ത് നോക്കണം, വല്ലത് ഇരിപ്പുണ്ടോ മനസ്സിൽ. ഇല്ലെങ്കിൽ ഒന്നുകിൽ വികാരിച്ചിൻ്റെ പ്രസംഗത്തിന് കുഴപ്പമുണ്ട്, അത് ഞങ്ങളുടെ കുഴപ്പമാണ്. 2, കേട്ട നമുക്കും കുറച്ച് കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റ് പറഞ്ഞതിനകത്ത് 2 മിനിറ്റെങ്കിലും ഓർക്കാൻ വേണമെന്ന് വെച്ചാൽ പറ്റുമായിരുന്നല്ലോ. എല്ലാം യാന്ത്രികമായി പോകുന്നൊരു കാലത്ത്, എല്ലാം യാന്ത്രികമായി പോകുന്നൊരു കാലത്ത് ഒന്നുകൂടൊന്ന് സെൽഫ് കോൺഷ്യസ് ആകണ്ടേ? നമുക്കൊന്നുകൂടൊന്ന് ഒരുങ്ങണ്ടേ? ഇതൊക്കെ ഗുണമാകുന്നുണ്ടോ? നന്നാകുന്നത് പോട്ടെ, കാരണം അത് പരിശുദ്ധാത്മാവ് ഇടപെടും എന്ന് വിചാരിക്കാം. നമുക്ക് മാനസാന്തരം പോട്ടെ, ശരിയാകും എന്ന് വിചാരിക്കാം. പക്ഷേ ഈ കേട്ടത് തലയിലെങ്കിലും ഒന്നിരിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് 22-ാം നാളിൽ തരുന്നൊരു സ്പെഷ്യൽ ഹോംവർക്ക്, ഈ 1-ാം തീയതി തൊട്ട് കേട്ടതല്ലേ, 22 ദിവസമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി പേരില്ലേ, ഈ കേട്ടതിൽ എന്തൊക്കെ ഇരിപ്പുണ്ട് എന്നൊന്ന് നോക്ക്. എന്തൊക്കെ തലയിലുണ്ട്? എന്തെങ്കിലുമൊക്കെ കുറിച്ചെടുത്തില്ലെങ്കിൽ ഇനി കുറിക്കാൻ വല്ലതും തലയെ കാണുമോ എന്നൊക്കെ ഒന്ന് റിവിഷൻ നടത്തണം ഇടയ്ക്ക്. കാരണം ഉണ്ടല്ലോ, ഇത്രയും വിലയുള്ള ഒന്നല്ലേ നമുക്ക് കിട്ടുന്നത്. വചനം ഇത്രയും വിലയുള്ള ഒന്നല്ലേ. ലോകത്ത് എന്തോരം മനുഷ്യരുണ്ടെന്നറിയാമോ ഇപ്പോഴും? അത് ഈ പല ദേശങ്ങളിലോട്ടൊക്കെ പോയി സംസാരിക്കുമ്പോഴത് മനസ്സിലാകുന്നത്. പല നാട്ടിൽ പോയി സംസാരിക്കുമ്പോൾ കാണുന്നത് ദാഹത്തോടെ കൊതിക്കുന്ന മനുഷ്യരുണ്ടെന്ന്. 5 മിനിറ്റ് ഒന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് കൊതിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ ഇതെല്ലാം വാരിക്കോരി കിട്ടുന്നത് കൊണ്ടേ, ഇതിൻ്റെയൊക്കെ സർപ്ലസ് ആയതുകൊണ്ട് ചിലപ്പോൾ വില കുറയും. അതങ്ങനെയാണ്, മാർക്കറ്റ് നിയമം അങ്ങനെയാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സർപ്ലസ് ആകുമ്പോൾ വാല്യൂ ഡിമിനിഷ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് തന്നെ
നമ്മുടെ കാലത്ത് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാൻ സമയമായി. ഇഷ്ടം പോലെ കൊട്ടപ്പടി കിട്ടുന്നത് കൊണ്ട് പലതിൻ്റെയും വിലയില്ലാതായി പോവുകയാണോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ കേട്ടതെങ്കിലും 20 ദിവസത്തെ പോട്ടെ, ഇന്നലെ കേട്ടതെങ്കിലും ഓർമ്മയിലുണ്ടോ എന്ന് ഇന്നൊന്ന് റിവിഷൻ നടത്തിക്കേ. ഇന്നലെ പറഞ്ഞ 3 കാര്യങ്ങൾ, നസ്രത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? അപ്പം നിങ്ങൾ പറയരുത്, അച്ഛാ ഇന്നലത്തെ അല്ലേ, കഴിഞ്ഞില്ലേ, ഇന്നത്തെ കാര്യം പറ, എനിക്കൊരു അത്യാഗ്രഹവും ഇല്ല, ഇത് തന്നെ എല്ലാം പറഞ്ഞ് ഇപ്പം തന്നെ അങ്ങോട്ട് തീർക്കണമെന്ന്. പതുക്കെ മതി, ഉള്ളത് കൈ പിടിച്ചോണ്ട് പോകാം. നമുക്ക് ഇന്ന് പിടിക്കുന്നത് നാളെ വലിച്ചെറിഞ്ഞിട്ട് അടുത്തെടുത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവം നമുക്ക് എടുക്കാതിരിക്കാം. നമുക്കുള്ളതിനെ ഒന്ന് പ്രഷ്യസ് ആയിട്ട് ചേർത്ത് പിടിക്കാം. നസ്രത്തിൻ്റെ 3 പാഠങ്ങൾ, റിവിഷൻ ടൈമാണ്. നസ്രത്തിൻ്റെ 3 പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം എന്തായിരുന്നു നസ്രത്തിൻ്റെത്? നമ്മൾ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ദൈവം നമ്മളോട് ചില നേരങ്ങളിൽ ആവശ്യപ്പെടാം. 2, എല്ലാം മനസ്സിലായിട്ട് അനുസരിക്കാമെന്ന് പറയരുത്. ചില നേരങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ എളിമയോടെ അങ്ങ് മുട്ടുകുത്തണം. 3, എൻ്റെ സമ്മതം, എൻ്റെ യെസ് എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, ഒട്ടനവധി പേർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. ഒട്ടനവധി പേർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. അത്രയും ചിന്തിച്ചിട്ട് 2ാം സ്ഥലത്തേക്ക്, ബേത്ലഹേമിലേക്ക് നമ്മൾ വരികയാണ്. ബേത്ലഹേം. നമുക്ക് ഈ ബേത്ലഹേം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ്. കാരണം നമ്മളിപ്പോൾ അങ്ങനെയാണ് ബേത്ലഹേമിനെ വിചാരിച്ചിരിക്കുന്നത്. ബേത്ലഹേം എന്ന് പറയുമ്പോഴേ മഞ്ഞ് പെയ്യുന്ന ഫീലാണ് നമുക്ക്. നമ്മുടെ പാട്ടുകളിലെല്ലാം അങ്ങനെയായി, മഞ്ഞ് പെയ്യുന്ന ബേത്ലഹേം എന്നാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടൂറ് പോകാൻ പറ്റിയൊരു സ്ഥലമായിട്ട് ബേത്ലഹേം പാടിപ്പാടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ശരിക്കും ബേത്ലഹേം ഉണ്ടല്ലോ, ബേത്ലഹേം യൗസേപ്പും മറിയവും തകർക്കപ്പെട്ട സ്ഥലമാണ്. നമുക്കിന്ന് ബേത്ലഹേം ഭയങ്കര സുന്ദരമായ ഫീൽ തരുന്ന പേരാണ്. ബേത്ലഹേം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. പക്ഷെ ഒന്നുമല്ല, അങ്ങനെ ഒന്നും അല്ലായിരുന്നു. വളരെ വസ്തുനിഷ്ഠമായിട്ട് ബൈബിളിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ബേത്ലഹേം യൗസേപ്പും മറിയവും തകർക്കപ്പെട്ട സ്ഥലമാണ്. നസ്രത്തിൽ പറഞ്ഞ അനുസരണത്തിന്, നസ്രത്തിൽ കർത്താവിനോട് കൊടുത്ത യെസ്സിന് അവർ കൊടുത്ത വിലയുടെ പേരാണ് ബേത്ലഹേം. ഒട്ടും സുഖകരമായ അനുഭവമല്ല ബേത്ലഹേമിൽ അവർക്ക്, ഒട്ടും സുഖമില്ലായിരുന്നു. തകർക്കപ്പെട്ട, നമ്മൾ പറയുന്ന മഞ്ഞ് പെയ്യുന്ന സ്ഥലമൊന്നുമല്ല ബേത്ലഹേം. അവിടെ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും കണ്ണീര് വീണ സ്ഥലമാണ് ബേത്ലഹേം. അവരുരുകിയ സ്ഥലമാണ് ബേത്ലഹേം. അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം. 3 ചിന്തകൾ ഇന്നുമുണ്ട്. 3 ചിന്തകൾ ഈ 2ഉം 3ഉം ഒക്കെ ആയിട്ട് പെറുക്കി പറയുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ തലയിൽ കിടക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നാമത്തെ ചിന്ത, എന്തുകൊണ്ടാണ് അവർ ബേത്ലഹേമിലേക്ക് പോയത്? ഉത്തരം പറയാം നമുക്ക്. എന്തുകൊണ്ടാണ് അവർ ബേത്ലഹേമിലേക്ക് പോയത്? ഉത്തരം നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നവർക്ക്, ഒരുമിച്ചിരുന്ന് കാണുന്നവർ പറഞ്ഞു നോക്കിക്കോ. വൈ ജോസഫ് ആൻഡ് മേരി ട്രാവൽഡ് ഓൾ ദ വേ ടു ബേത്ലഹേം? എന്തുകൊണ്ട് അവർ യാത്ര ചെയ്തു? അതിൻ്റെ ഉത്തരം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നലുണ്ടായതല്ല, എന്നാൽ പിന്നെ ഒരു യാത്ര പോയേക്കാം, കുറേ കാലമായില്ലേ നമ്മൾ ടൂറൊക്കെ പോയിട്ട്, ബേത്ലഹേം വരെ വിട്ടേക്കാം എന്ന് പറഞ്ഞ് പോയതല്ല. കാരണം ഒരു യാത്രയ്ക്ക് പറ്റിയ സമയമല്ലത്. നിറവയറുമായിട്ടാണ് മറിയം നിൽക്കുന്നത്. യാത്രയ്ക്ക് പറ്റിയ സമയമല്ല. പിന്നെ എന്തുകൊണ്ട് അവർ പോയത് ഭൂമിയിലെ ഒരു അധികാരി ഒരു കൽപ്പനയിട്ടു. ആരാത്? അഗസ്റ്റസ് സീസർ. നമ്മൾ വായിക്കുന്നു, അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ച പ്രകാരം തങ്ങളുടെ പട്ടണമായ ബേത്ലഹേമിൽ പേരെഴുതി ചേർക്കാനായി യൗസേപ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയത്തോടൊപ്പം ബേത്ലഹേമിലേക്ക് പോയി. അപ്പോൾ ഈ പോക്കിൽ വേണമെങ്കിൽ നമ്മളായിരുന്നു യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും സ്ഥാനത്തെങ്കിലും ഉണ്ടല്ലോ, ഈ അഗസ്റ്റസ് സീസറിനെ എത്ര പ്രാകുമായിരുന്നു ഊഹിക്കാവോ? ഓരോരുത്തന്മാർക്ക് ഓരോ പരിഷ്കാരം കൊണ്ട് വരാൻ കണ്ട നേരം, ഇതാ നസ്രത്തിലെങ്ങാനും ഒരു കൗണ്ടർ തുടങ്ങിയാൽ പോരെ, ഇത് ബേത്ലഹേമിൽ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ ഈ ഭാരവും വഹിച്ചുകൊണ്ട് ഈ നിറവേറും വെച്ചുകൊണ്ട് ഈ നടപ്പെല്ലാം നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തീർത്തേനെ. പക്ഷെ ഓർക്കേണ്ടത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്താ ദൈവത്തിൻ്റെ പദ്ധതി? രക്ഷകൻ പിറക്കേണ്ടത് ബേത്ലഹേമിൽ. അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പട്ടണങ്ങളിൽ ഒട്ടും താഴെയല്ല. നിന്റെ ദേശത്തെ നയിക്കാനുള്ളവൻ പിറക്കാൻ പോകുന്നത് ബേത്ലഹേമിൽ, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ. അപ്പോൾ നസ്രത്തിലിരിക്കുന്ന യൗസേപ്പിനെയും മറിയത്തെയും ബേത്ലഹേമിൽ കൊണ്ടുവന്ന് ബേത്ലഹേമിൽ വെച്ച് മറിയം പ്രസവിച്ച് ഈ പ്രവചനങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഭൂമിയിലെ ഒരു അധികാരി അനീതി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൽപ്പന ഇടണം. ആ കൽപ്പനയ്ക്ക് ഇവർ വിധേയപ്പെടണം. അങ്ങനെ വന്നാലേ നസ്രത്തിൽ കിടക്കുന്നവർ ബേത്ലഹേമിലെത്തൂ. അങ്ങനെ എത്തിച്ചതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ചില നേരങ്ങളിൽ ദൈവവിശ്വാസമില്ലാത്തവരെ കൊണ്ടുപോലും ദൈവം ചെയ്യിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മളത് മനസ്സിലാക്കണം.
നമുക്ക് പീഡനം പോലെ തോന്നും. ശരിക്കും ഉണ്ട് താനും, പീഡനങ്ങൾക്കൊന്നും പഞ്ഞയില്ല, ഇനി കൂടത്തേ ഉള്ളൂ. ചില നേരങ്ങളിൽ കടുത്ത പീഡനം പോലെ നമ്മുടെ മേൽ ഭൂമിയിലെ അധികാരികൾ, നമ്മുടെ മേൽ അധികാരദണ്ഡ ഉപയോഗിക്കുന്നവർ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നുണ്ടെന്ന്. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നുണ്ട്. അതിൻ്റെ നല്ല ദൃഷ്ടാന്തമല്ലേ ഇത്? അതിൻ്റെ നല്ല ദൃഷ്ടാന്തമല്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കി, എന്ത് രസകരമായിട്ട് നസ്രത്തിൽ കടന്നവരെ ഒടയ തമ്പുരാൻ ബേത്ലഹേമിൽ എത്തിച്ചത്. നസ്രത്തിൽ കടന്നവരെ ദൈവം തമ്പുരാൻ ബേത്ലഹേമിൽ എത്തിച്ചത് ഭൂമിയിലെ അഗസ്റ്റസ് സീസറിനെ, ദൈവത്തെ അറിയാത്ത, സത്യദൈവത്തെ അറിയാത്ത, ഒരിക്കലും ദൈവത്തെ ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത അഗസ്റ്റസ് സീസറിൻ്റെ വായിന്ന് കൃത്യൻ ടൈമിങ്ങിൽ കർത്താവ് തമ്പുരാൻ ഒരു കൽപ്പന ഇറക്കിയത് കണ്ടോ? പേരെഴുതി ചേർക്കാം, സെൻസസ് നടക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഓർത്തേക്കണേ, ഈ ഭൂമിയിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പീഡനങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരമുണ്ട്. ആ ദൈവകരം ഇതിനെയൊക്കെ രക്ഷാകരമാക്കി മാറ്റും. വലിയ ആശ്വാസമാണത്. ഇങ്ങനെ മനസ്സിലാക്കണേ, ഈ ഭൂമിയിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന, പ്രത്യക്ഷത്തിൽ പീഡനമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അതിൻ്റെ പിന്നാമ്പുറത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ കരമുണ്ട്. ആ കരം ഇതിനെയൊക്കെ രക്ഷാകരമാക്കി മാറ്റാൻ തക്കവിധം കരുത്തുറ്റ കരമാണ്. അത് തിരിച്ചറിയുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒന്നാമത്തെ വാക്യം. ഈ വാക്യം തലയിൽ കയറ്റണം. ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്ത് നിങ്ങൾക്കതിൻ്റെ അടരുകളെ ധ്യാനിച്ചെടുക്കാൻ പറ്റണം. ഈ ഭൂമിയിൽ നമ്മുടെ മേൽ പീഡനങ്ങൾ എന്നതുപോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന, അനീതിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന കാര്യങ്ങളിൽ പോലും അതിൻ്റെ പിന്നാമ്പുറത്ത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ നിഴലുണ്ടെന്നും ആ കരം ഇതിനെയൊക്കെ രക്ഷാകരമാക്കി മാറ്റുമെന്നും വിശ്വസിക്കണം. അത് ക്രിസ്ത്യാനി വിശ്വസിക്കണം. കാരണം ബൈബിൾ വായിക്കുന്ന, ഈ രക്ഷാകര സംഭവങ്ങൾ അറിയുന്ന ക്രിസ്ത്യാനി അത് വിശ്വസിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ടെക്സ്റ്റിനെ, ഈ പുസ്തകത്തെ ഗൗരവത്തോടെ എടുക്കുന്നവരൊക്കെ അത് വിശ്വസിച്ചേ പറ്റൂ. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഇതാരാണ് മറിയത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത്? ദൈവപുത്രൻ. യൗസേപ്പ് ആരാണ്? ദൈവപുത്രൻ്റെ അപ്പനാകാൻ വിളിക്കപ്പെട്ടവൻ. മറിയം ആരാണ്? ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്ത്, അപമാനം ഏറ്റെടുത്ത്, നാണക്കേടേറ്റെടുത്ത് ദൈവിക പദ്ധതിയോട് യെസ് എന്ന് പറഞ്ഞവൾ മറിയം. നിസ്സാരക്കാരാണോ ഈ യൗസേപ്പും മറിയവും? നിസ്സാരക്കാരാണോ? ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ യൗസേപ്പും മറിയവും? അത് അങ്ങനെ ചിന്തിച്ചേ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മറിയവും യൗസേപ്പും. ദൈവപുത്രനാണ് മറിയത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ഇനിയാണ് കോമഡിയേക്കാൾ ട്രാജഡി. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട യൗസേപ്പും മറിയവും ചെന്ന് മുട്ടുന്ന വാതിലൊന്നും തുറക്കുന്നില്ല. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട യൗസേപ്പും മറിയവും മറിയത്തിന് പെറ്റിടാൻ ഒരിത്തിരി സ്ഥലം ചോദിച്ച് അപേക്ഷിച്ച് ചെന്ന് മുട്ടുന്ന വാതിലൊന്നും അവർക്ക് വേണ്ടി തുറക്കുന്നില്ല. എന്താ മനസ്സിലാക്കേണ്ടതിനകത്ത് നിന്ന്? മനസ്സിലാക്കേണ്ട ചിന്ത എടുത്തേ. മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല എന്ന് ഒരു ഗ്യാരണ്ടിയില്ല. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല എന്ന് ഒരു ഗ്യാരണ്ടിയില്ല. ഗ്യാരണ്ടി ഇല്ലെന്ന് മാത്രമല്ല, സഹനങ്ങൾ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. അങ്ങനെയും കൂടെ ചിന്തിച്ചു മനസ്സിലാക്കിക്കേ. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാ. ദൈവത്തിൻ്റെ പക്ഷത്ത് നീ നിൽക്കുന്നു എന്ന് വിചാരിച്ച് നിനക്കൊരു തോന്നലോ തെറ്റിദ്ധാരണയോ ഉണ്ടാകരുത്. ഇനി എൻ്റെ വഴികളിൽ പട്ടുവിരിക്കപ്പെടും എന്ന് വിചാരിക്കരുത്. ഇനി എൻ്റെ വഴികളിൽ പൂക്കൾ എറിയപ്പെടും എന്ന് വിചാരിക്കരുത്. എറിയപ്പെടാൻ പോകുന്നത് കല്ലായിരിക്കും. പട്ടുപരവതാനി ആയിരിക്കില്ല, മുൾപാതയായിരിക്കും നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ബേത്ലഹേം പഠിപ്പിക്കുന്ന പാഠമാണെന്ന്. നമ്മളിത് കാലാകാലങ്ങളായി ഇത് വായിച്ചൊഴുക്കി അങ്ങ് പോകുന്നത് കൊണ്ട് ഇതിനകത്തെ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യാതെ പോകുന്നതാ. ടെൻഷൻ നോക്ക്. ശരിക്കും യൗസേപ്പും മറിയത്തും ചിന്തിക്കത്തില്ല, എൻ്റെ കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പാടക്കപ്പെടുന്നത്? ഞങ്ങൾക്ക് ഞങ്ങൾ നിന്നോട് ചോദിച്ചോ ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകാവോ എന്നെ? യൗസേപ്പ് ചോദിച്ചോ? മറിയം പ്രാർത്ഥിച്ചോ, കർത്താവേ നിന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ എൻ്റെ വയറ്റിലോട്ട് അയക്കണേ എന്ന് ചോദിച്ചോ? ഒന്നുമില്ലല്ലോ. വെറുതെ ഇരുന്ന് രണ്ടെണ്ണത്തിനെ വിളിച്ചിട്ട് വലിയൊരു ഉത്തരവാദിത്വം പരമേൽപ്പിച്ചിട്ട് പിന്നെ ദൈവം പോലും കൈവിട്ട കണക്കത്തെ ഒരു സ്ഥലം, അതാണ് ബേത്ലഹേം. ശരിക്കും നമ്മൾ ബേത്ലഹേം എന്ന് പറയുമ്പോൾ കാലിത്തൊഴുത്തും മുകളിൽ നക്ഷത്രവും മുട്ടുകുത്തി ആട്ടിടയന്മാരും അപ്പുറത്ത്
പശുക്കിടാങ്ങളും ഒക്കെയാണ് നമുക്ക് ബേത്ലഹേം. അതിന് മുമ്പൊരു ബേത്ലഹേം ഉണ്ടെന്ന് ദൈവം പോലും കൈവിട്ടുവെന്ന് തോന്നിപ്പിച്ച നാഴികകളുടെ ബേത്ലഹേമുണ്ട് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ. ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നോ എന്ന് തോന്നിപ്പോയ നേരമാണ്. ശരിക്കും ഞങ്ങൾക്കുണ്ടായത് ദൈവാനുഭവം തന്നെയാണോ അതോ ആരോ ഞങ്ങളെ പറ്റിച്ചതാണോ എന്നൊരു വേള ചിന്തിച്ചു പോകാൻ മാത്രം ഘോര സഹനങ്ങളിലൂടെ കടന്നുപോയൊരു ബേത്ലഹേമുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകും. എത്രയോ വട്ടം ഒന്നിരുന്ന് ചിന്തിച്ചാൽ മതിയെന്ന്, ഒന്നിരുന്ന് ചിന്തിച്ചാൽ മതി. ദൈവമേ, അപ്പോൾ നീ കഴിഞ്ഞിടയ്ക്ക് എനിക്കുണ്ടായ ദൈവാനുഭവം തന്നെ ആയിരുന്നോ? എന്നിട്ടെന്താ ഇപ്പം ഇങ്ങനെ? എന്നിട്ടെന്താ ഇങ്ങനെ? നീ പറഞ്ഞിട്ടല്ലേ ഈ പണിക്കിറങ്ങിയത്? ഒരു വൈദികൻ പലപ്പോഴും ചോദിച്ചു പോകുന്ന ചോദ്യമായത്, എൻ്റെ പൊന്നു കർത്താവേ, മര്യാദയ്ക്ക് പോയി ഞാനല്ലേ? ദൈവവിളി എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടുന്ന് പിടിച്ചെടുത്തതിനകത്തുകൊണ്ട് ഇട്ടതല്ലേ? പിന്നെ എന്തിനാ ഞാൻ ഈ ചീത്ത മുഴുവൻ കേൾക്കുന്നത്? എന്തിനാ എൻ്റെ താടിക്കെട്ടി ഈ തട്ടെല്ലാം കിട്ടുന്നത്? എന്തിനാണ് ഇതെല്ലാം കൂടി ഞാൻ അനുഭവിക്കുന്നത്? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ കർത്താവേ, പിടിച്ചു പറിച്ചുകൊണ്ട് വന്നതല്ലേ നീ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ബേത്ലഹേമാണ്. ദൈവത്തോട് കൈ കൊടുത്തതിന് നീ ഒരു വില കൊടുക്കണം. എന്താ വിചാരിച്ചത്? നീ അസോസിയേറ്റ് ചെയ്യുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവർ ആ ബന്ധത്തിന് ഒരു വില കൊടുക്കണ്ടേ? ആ വിലയാണ് ബേത്ലഹേമിൽ അവരുടെ നേരെ കൊട്ടിയടയ്ക്കപ്പെട്ട സത്രങ്ങളുടെ വാതിലുകൾ. ദൈവിക പദ്ധതിയിൽ പങ്കുകാരാകുന്ന എല്ലാവരും കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ആ വിലയാണ് ഈ എന്താ പറയേണ്ടത്, നിഷേധങ്ങൾ എന്ന് മനസ്സിലാക്കണേ. കൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് എന്നെ വല്ലാണ്ട് ഞാനിത് എങ്ങോട്ടും മുനവെച്ച് പറയുകയോ അല്ലെങ്കിൽ ഒരു വിപ്ലവം തീർക്കുകയോ ഒന്നുമല്ല. ഒരു സാധാരണ വികാരിയച്ച നിലയിലും ഒരു സാധാരണ പുരോഹിത നിലയിലും ഞാൻ കടന്നു പോകുന്നതിൻ്റെ ആശങ്കകളെ ഒന്ന് ഉറക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. നീ ഇത് പ്രാർത്ഥിച്ച, അതായത് നീ ഇങ്ങോട്ട് വന്നാൽ ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടാകില്ല എന്നൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ മേല. ബേത്ലഹേം കാണുന്ന ഒരാൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? ഇനി നിങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയട്ടെ. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവില്ല. അത് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കേ. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിതാവ് തമ്പുരാൻ ആദ്യം ഉത്തരം നൽകുമായിരുന്നത് ഗത്സമനിയിലെ പുത്രൻ്റെ പ്രാർത്ഥനയ്ക്കല്ലേ? ഗത്സമനിയിൽ പുത്രൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചില്ലേ? അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് പിതാവ് ഉത്തരം കൊടുത്തില്ലല്ലോ. പിതാവ് എന്താ പറയാതെ പറഞ്ഞു കൊടുത്തത്? എൻ്റെ കുഞ്ഞെ, ഈ പാനപാത്രം നീ തട്ടിത്തെറിപ്പിച്ച് കളയാതെ, അതിനുള്ളിലെ കയ്പ് നീര് തുളുമ്പിത്തൂകി പോകാതെ നീ അത് മട്ടോളം കുടിച്ചു തീർത്ത് കഴിയുമ്പോൾ അതിൻ്റെ 3-ാം നാൾ ഞാൻ ഉത്തരം തരും. അതാണ് തിരുവുത്ഥാനം. അപ്പോൾ ഇപ്പം കടന്നു പോകുന്നത് ബേത്ലഹേം, തകർക്കപ്പെടുന്ന, ഞെരുക്കപ്പെടുന്ന അനുഭവം. ഇതിനപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്. ഇത് നീ കൊടുക്കേണ്ട വില, വിക്കാരിയസ് സഫറിങ്. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഏറ്റെടുക്കുന്ന നിൻ്റെ സഹനം, നിൻ്റെ സഹനപാനപാത്രം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം സഹനത്തിൻ്റെ പാനപാത്രത്തെ തട്ടിമാറ്റി വയ്ക്കാനാണ്. നമുക്കൊക്കെ കുടിക്കാൻ ഒരു പാനപാത്രം കർത്താവ് തന്നിട്ടുണ്ട്. കണ്ണടച്ച് ഞെരുങ്ങി അതങ്ങ് കുടിച്ചേക്കണം. അത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ദൈവാനുഗ്രഹം നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2 ചിന്തകൾ, ബേത്ലഹേമിനെ കുറിച്ചുള്ള 2 ചിന്തകൾ. ഒന്ന്, നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില പീഡനങ്ങൾ, അനീതി എന്ന് ആദ്യ നോട്ടത്തിൽ തോന്നിപ്പിക്കപ്പെടുന്ന ചില പീഡനങ്ങളിൽ പോലും അതിൻ്റെ പിന്നാമ്പുറത്തൊരു ദൈവകരമുണ്ട്. ആ ദൈവകരം അതിനെയൊക്കെ രക്ഷാകരമാക്കി മാറ്റിയെടുത്തുകൊള്ളും എന്ന് വിശ്വസിക്കണം. 2ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് എല്ലാം സുഖകരമാകും എന്നൊരു തോന്നൽ ഒരിക്കലും വേണ്ട. ആരെങ്കിലുമൊക്കെ സഹിക്കുമ്പോൾ പറയരുത്, അവൻ പ്രാർത്ഥിക്കാൻ തന്ന് പറയരുത്. ചിലപ്പോൾ തിരിച്ചായിരിക്കുമെന്ന്. ഒത്തിരി പ്രാർത്ഥിച്ചവന്, ഒത്തിരി ദൈവസ്നേഹം അനുഭവിച്ചവന് അവൻ ദൈവത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കൊടുക്കുന്ന വിലയായിരിക്കും അത്. അതുകൊണ്ട് ഒരാളുടെ സഹനത്തെ നോക്കിയിട്ട്, ഒരാൾ കടന്നു പോകുന്ന യാതനകളെ നോക്കിയിട്ട് അവൻ്റെ ദൈവവിശ്വാസത്തെയോ അവൻ്റെ ദൈവസ്നേഹത്തെയോ ഒന്നും അളക്കാൻ നിൽക്കരുത്. നമുക്ക് തെറ്റുപറ്റിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ട് പിന്നെ എന്താ എനിക്കിങ്ങനെ? ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിട്ടും പിന്നെ എന്താ എനിക്കിങ്ങനെ? ഞാൻ നോമ്പെടുത്തല്ലോ, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയല്ലോ, ഞാൻ അത് ചൊല്ലിയല്ലോ, ഞാൻ മുട്ടുമേ നിന്നല്ലോ, എന്നിട്ടും എന്താ എനിക്കിങ്ങനെ? നോക്കണം യൗസേപ്പിലേക്കും മറിയത്തിലേക്കും. ദൈവത്തോട്
അനുസരണം പ്രഖ്യാപിച്ച് ഇറങ്ങിത്തിരിച്ചവർക്ക് എന്താ ഇങ്ങനെ? അതങ്ങനെയാണ്. എല്ലാ നസ്രത്തിനും ബാക്കിയായിട്ടൊരു ബേത്ലഹേമുണ്ട്, ഒരു ബേത്ലഹേമുണ്ട്. രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തത്, ഇത് കഴിഞ്ഞിട്ട് ആ ഞെരുക്കത്തിൻ്റെ ബേത്ലഹേം കഴിയുമ്പോൾ ആ ബേത്ലഹേമിൻ്റെ അവസാനത്ത് തന്നെ നമ്മളൊരു കാര്യം കാണും. എന്താ അത്? അത് സന്തോഷത്തിൻ്റെ കീർത്തനം ആലപിക്കപ്പെടും. ഈശോ പിറന്നു വീഴുന്നു, മാലാഖവൃന്ദങ്ങൾ പാടുന്നു, ആട്ടിടയന്മാർ കേൾക്കുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആരൊക്കെയോ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ സഹനം ഒട്ടനവധി പേർക്ക് അനുഗ്രഹമായിട്ട് മാറിയത് കണ്ടോ? ആരൊക്കെയോ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ സഹനം ഒട്ടനവധി പേർക്ക് അനുഗ്രഹമായി. ഈ ആട്ടിടയന്മാരും യൗസേപ്പും മറിയുമായിട്ട് എന്ത് ബന്ധം? എവിടെയോ ആടുമേച്ചിരുന്ന ആട്ടിടയന്മാർക്ക് ദാ ഇപ്പോൾ സമാധാനത്തിൻ്റെ ദൂത്, ഗ്ലോറിയ ഗീതം അവരെ തേടി വരികയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിവിടെ ഈ മുറിക്കകത്ത്, എൻ്റെ വീടിൻ്റെ ഈ ആവൃത്തിക്കകത്ത്, എൻ്റെ ഇത്തിരി പോന്ന ജീവിത പരിസരങ്ങളിൽ ഞാൻ എളിമയോടെ കർത്താവിൻ്റെ പദ്ധതിയായി തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുന്ന സഹനങ്ങളുടെ മെച്ചം എവിടൊക്കെയോ ആർക്കൊക്കെയോ കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരാണ് വിക്കാരിയസ് സഫറിങ്. പകരക്കാരായി സഹിക്കുകയാണ് നമ്മൾ. അത് തന്നെയാണ് കുരിശിലെ ഈശോയുടെ സഹനവും. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പകരക്കാരനായി സഹിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബേത്ലഹേമിൻ്റെ ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം ഓർക്കണം, ഈ അനുഭവങ്ങൾക്കപ്പുറത്ത് ഏതൊക്കെയോ വീടുകളുടെ ആകാശത്ത് ഒരു കീർത്തനം മുഴങ്ങുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെ ഒരു കീർത്തനം പാടാനുള്ള ഒരുക്കത്തിൻ്റെ കാലമാണ് എൻ്റെ സഹനങ്ങളെന്ന് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, ഈ സഹനങ്ങളെ ഓർത്തൊക്കെ ദൈവത്തിന് നന്ദി പറയും. ഈ സഹനങ്ങളെ ഓർത്തൊക്കെ ദൈവത്തിന് നന്ദി പറയും. സഹനങ്ങളിൽ പരാതിപ്പെടില്ല, സഹനങ്ങളിൽ ഉലഞ്ഞു പോകില്ല. കർത്താവേ, സാരയില്ല, ഞാനിത് കുടിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ സഹനത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മറ്റാർക്കെങ്കിലുമൊക്കെ ഇത് അനുഗ്രഹത്തിന്, ആശ്വാസത്തിന് കാരണമാകുന്നുണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ പാപത്തിൻ്റെ പൊറുതിക്ക് എൻ്റെ ഈ സഹനം ഞാൻ കാഴ്ചവെക്കുമ്പോൾ നീ ഇത് ഏറ്റെടുക്കുന്നുണ്ടോ? മതി കർത്താവേ, സന്തോഷമായി. ഒരാത്മാവിൻ്റെ വീണ്ടെടുപ്പ് എൻ്റെ ഇത്തിരി പോന്ന ഈ സഹനം കൊണ്ട് നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വിക്കാരിയസ് സഫറിങ്ങിലേക്ക് പ്രവേശിക്കാൻ നമുക്കുള്ള ക്ഷണം കൂടി ബേത്ലഹേം തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാം നാൾ ഡിസംബർ 22, ഈ ത്രികോണത്തിൻ്റെ രണ്ടാം സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഈ ബേത്ലഹേം പഠിപ്പിക്കുന്ന 3 പാഠങ്ങൾ ഗൗരവത്തോടെ സ്വന്തം ജീവിതത്തെ ചേർത്ത് വെച്ച് ധ്യാനിക്കണേ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പീഡനങ്ങളിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ദൈവകരമുണ്ട്. ആ ദൈവകരം അതിനെ അനുഗ്രഹമാക്കി മാറ്റിക്കൊള്ളും. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാം സുഗമമായി പോകുമെന്നൊന്നും വിചാരിച്ചേക്കരുത്. ചില നേരങ്ങളിൽ സങ്കടങ്ങളുണ്ട്, ബേത്ലഹേം അനുഭവമുണ്ട്. 3, അത്തരം ബേത്ലഹേം അനുഭവങ്ങളുടെ അവസാന വരികളിൽ നമ്മൾ കാണാൻ പോകുന്ന ഒന്ന്, ആർക്കൊക്കെയോ എൻ്റെ സഹനത്തിൻ്റെ ഫലമായി ഒരു സന്തോഷത്തിൻ്റെ വാർത്ത, ഒരു സദ്വാർത്ത എത്തുന്നുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ഒരു ചെറിയ ഹോംവർക്ക്, ഏതൊക്കെയോ സഹനത്തോട് വല്ലാണ്ട് കലഹിക്കുന്നില്ലേ നമ്മൾ? ഏതൊക്കെയോ സഹനത്തോട് വല്ലാണ്ട് കലഹിക്കുകയല്ലേ? നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഈ സഹനം മാറ്റാനുള്ള നിലവിളിയായിട്ട് മാറുകയല്ലേ? ശരിക്കും നമ്മുടെ പ്രാർത്ഥനാ കൂടാരങ്ങളിലൊക്കെ ആൾ കൂടുന്ന എന്തിനെന്നറിയോ? സഹനം മാറ്റാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഇത് മാറ്റിത്തരണേ. എന്തൊരു വൈരുദ്ധ്യം എന്നറിയാമോ? കുരിശെടുത്തവൻ്റെ അനുയായികൾക്ക് സഹനത്തെ ഭയമാണ് എന്നതിനപ്പുറത്തൊരു നാണക്കേട് വേറെയില്ല. കുരിശെടുത്തവൻ്റെ അനുയായികൾക്ക് ഇപ്പോൾ ഒരു സഹനവും പറ്റില്ല, ഒരു ജലദോഷം പോലും നമുക്ക് പറ്റില്ല. എല്ലാം മാറ്റിത്തരണം. അരുത്. ചില സഹനങ്ങളെ കർത്താവിനോട് ചോദിക്കണം, കർത്താവ്, ഈ സഹനം വഴി നിൻ്റെ പദ്ധതിയാണോ ഇത്? ഇതുവഴി ആർക്കൊക്കെ നന്മ വരുമോ? ഇത് വികാരിയസ് സഫറിങ് ആണോ എന്ന് ആലോചന ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കൈയങ്ങ് കൂപ്പിയേക്കണം. കർത്താവേ, ഞാൻ ഈ സഹനത്തിൻ്റെ പാനപാത്രത്തെ മട്ടോളം കുടിക്കുന്നു. ഈ ബേത്ലഹേമിലൂടെ ഞാനിതാ തിരുക്കുടുംബത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്നു. ഇതിനപ്പുറത്ത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഗ്ലോറിയ ഗീതം എത്തണേ എന്ന് പ്രാർത്ഥിച്ച് ആ സഹന വഴികളിലൂടെ നമുക്ക് കർത്താവിൻ്റെ കൈ പിടിച്ചങ്ങ് നടക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. യേശുവേ ഈശോയെ, മാലാഖമാരോട് ചേർന്ന് നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, ഓരോ തവണയും തിരുമുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വിചാരവും തിരിച്ചറിവും ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കല്ല. സഭ മുഴുവനോടും ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. സ്വർഗത്തിലെ സഭ, വിശുദ്ധരുടെ നീണ്ട നിര, മാലാഖവൃന്ദങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നെ ആരാധിക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ ആരാധന ഞങ്ങളെ ബലപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ആരാധിക്കാൻ ഞങ്ങൾക്ക് വരുന്ന കുറവുകളെ അവർ ഞങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ കാവൽ മാലാഖയോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോട് ചേർന്ന് മാമോദീസ വേളയിൽ അധികമാധ്യസ്ഥ്യത്തിന് എനിക്കൊരു വിശുദ്ധനെ ലഭിച്ചിട്ടുണ്ട്. കർത്താവേ, പലപ്പോഴും ജീവിതത്തിൽ നിന്ന് മറന്നുപോയൊരു പേരാണത്. കേവലം ഒരു പേര് മാത്രമായി അത് ചുരുങ്ങിപ്പോയിട്ട് കാലം എത്രയായി. എനിക്ക് വേണ്ടി സ്വർഗത്തിലൊരു വിശുദ്ധനുണ്ടെന്നുള്ളത് എന്തൊരാശ്വാസവും ആത്മവിശ്വാസവുമാണ്. കർത്താവേ, എൻ്റെ കാവൽ മാലാഖയോട് ചേർന്ന് എൻ്റെ പേരിന് കാരണക്കാരനായ വിശുദ്ധയോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രത്യേകമായി ഈ ദേശത്ത് വിശുദ്ധി ജീവിച്ച വിശുദ്ധരോട് ചേർന്ന് അൽഫോൻസാമയോട്, ചാവറയച്ചനോട്, ലൗപ്രസിയാമയോട്, മറിയം ത്രേസ്യായോടൊക്കെ ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, മാതൃകയായി മാധ്യസ്ഥ്യമായി ഞങ്ങളുടെ മുമ്പിൽ നീ ഞങ്ങൾക്കായി വിശുദ്ധരെ നൽകിയിട്ടുണ്ടല്ലോ. വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് പോരാ, ഞങ്ങളുടെ മുമ്പേ വിശ്വാസം ജീവിച്ച് കടന്നുപോയ എല്ലാ പൂർവികരോടും ചേർന്ന്. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് അത്ഭുതമാണ് കർത്താവേ, എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പാടുകളുമുള്ള ഈ കാലത്ത്, വാർത്താ മാധ്യമങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, ദേവാലയങ്ങൾ ഒട്ടനവധിയുള്ള ഈ കാലത്ത് വിശ്വാസമൊന്ന് കൈമാറിക്കൊടുക്കാൻ, ഞങ്ങളുടെ തലമുറകളിലേക്ക് വിശ്വാസമൊന്ന് കൈമാറിക്കൊടുക്കാൻ ഞങ്ങൾ പെടാപ്പാട് പെട്ടുപോകുന്ന ഒരു കാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ് കർത്താവേ. 2000 വർഷം വിശ്വാസത്തിൻ്റെ ദീപം കെടാതെ കൈമാറിത്തന്ന പൂർവികരെ ഓർത്ത്, വിശ്വാസത്തിൻ്റെ ചങ്ങല കണ്ണിമുറിയാതെ ഞങ്ങളുടെ കാലം വരെ സുവിശേഷ മൂല്യങ്ങളെ, വിശ്വാസത്തിൻ്റെ പാഠങ്ങളെ ഞങ്ങൾക്കായി കാത്തു സൂക്ഷിച്ച പൂർവികരെ ഓർത്ത് ഞങ്ങൾക്ക് അത്ഭുതമാണ് കർത്താവേ. അവരോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവജനമേ, ആപതുള്ളവർ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി ഈ വിചാരത്തോടെ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ വിശുദ്ധരുണ്ട്, മാലാഖ ഗണങ്ങളുണ്ട്, വിശുദ്ധിയോടെ ജീവിച്ച് കടന്നുപോയ നമ്മുടെ പൂർവികരുണ്ട്. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള നമ്മുടെ കടന്നുപോയവരെ കൂടെ ഓർത്തെടുത്ത്, അങ്ങനെ 3 തട്ടിലായുള്ള സഭ, സ്വർഗത്തിലെ സഭയും ഭൂമിയിലെ സഭയും ശുദ്ധീകരണ സ്ഥലത്തെ സഭയും വിജയസഭയും സമരസഭയും സഹനസഭയും ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. നമുക്കൊരുമിച്ച് ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിന് ആരാധന കരയേറ്റി പാടി പ്രാർത്ഥിക്കാം. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു.
ഈശോ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഈശോയെ, തിരുപ്പിറവിയിലേക്ക് ഓരോ ദിനവും ഞങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തിരുമുമ്പാകെ ഞങ്ങൾ ധ്യാനിക്കുന്നത് തൊട്ടു മുമ്പ് കേട്ട വചനം. ഇന്നലെ നസ്രത്തിനെ ധ്യാനിച്ച് നിന്നെ ആരാധിച്ച നിന്റെ മക്കൾ ഇന്ന് ബേത്ലഹേമിനെ ധ്യാനിക്കട്ടെ. ബേത്ലഹേം ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ സുഖമുള്ള ഒരിടമൊന്നുമല്ല ബേത്ലഹേമെന്ന്. മഞ്ഞു പെയ്യുന്ന കുളിരണിയുന്ന ഒരിടമല്ല ബേത്ലഹേമെന്ന്. അത് കണ്ണീര് പെയ്ത ഇടമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സഹനത്തിൻ്റെ ഇടമാണ് ബേത്ലഹേമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, ഇന്നു ഞങ്ങൾ കേട്ട 3 കാര്യങ്ങളും തിരുമുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയാക്കട്ടെ. ആദ്യത്തേത്, അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയാലെ യൗസേപ്പും മറിയവും ബേത്ലഹേമിലേക്ക് പോയി. നസ്രത്തിൽ ജീവിച്ചിരുന്നവരെ ബേത്ലഹേമിലെത്തിക്കുവാൻ ഒരു വിജാതീയ ഭരണാധികാരിയുടെ കൽപ്പന കാരണമായി. ബേത്ലഹേമിലെത്തേണ്ടത് പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി ആവശ്യമായിരുന്നു താനും. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഈ ഭൂമിയിൽ പ്രത്യക്ഷത്തിൽ പീഡനങ്ങൾ എന്നതുപോലെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അനീതികൾക്ക് പിന്നിൽ പോലും നിന്റെ കരമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, എല്ലാം ഞങ്ങളുടെ രക്ഷയ്ക്കായി മാറ്റിയെടുക്കുവാൻ കരുത്തുള്ളവനെ, പലപ്പോഴും ഇന്ന് നിന്റെ മക്കൾ വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പീഡകരുടെ എണ്ണമേറുന്നു ഈശോയെ, പീഡകരുടെ എണ്ണമേറുന്നു. ലോകത്തിന്റെ പല ഭാഗത്ത് വിശ്വാസത്തിന്റെ പേരിൽ മുറിവേൽക്കുന്നവരുടെയും ജീവൻ പൊലിയുന്നവരുടെയും എണ്ണമേറുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് പോലും ഞങ്ങൾക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകുലതകൾക്ക് പഞ്ഞമില്ല. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയട്ടെ, പീഡകരുടെ പിന്നിലും നിഴലായി നിന്റെ കരമുണ്ടെന്ന്. ഏതൊക്കെയോ ദൈവിക പദ്ധതികൾ പൂർത്തിയാകുവാൻ ഞങ്ങളെ നീ ഒരുക്കുന്നതാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ എന്ന് തിരിച്ചറിഞ്ഞ് പിടയാതെ, നിരാശപ്പെട്ടു പോകാതെ നിന്റെ പദ്ധതിയിൽ വിശ്വസിച്ച് ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സങ്കടങ്ങളുടെ പുറകിൽ നിന്റെ കരമുണ്ടെന്ന് ഞങ്ങൾ ആശ്വാസത്തോടെ തിരിച്ചറിയട്ടെ. യൗസേപ്പും മറിയവും നസ്രത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബേത്ലഹേമിലേക്ക് പോകുന്ന വഴിയിൽ അനുഭവിച്ച യാതനകൾ, അത്തരം നേരങ്ങളിൽ അവർക്കൊരു വേള തോന്നാമായിരിക്കും, ഈ അധികാരി കാരണമല്ലേ ഇങ്ങനെയൊക്കെ. അതിന് സമാനമായ ചിന്തകൾ ഞങ്ങൾക്കും തോന്നിപ്പോകുന്ന കാലത്ത് ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ഞെരുക്കങ്ങളുടെയും ഒടുവിൽ നിന്റെ പദ്ധതിയാലെ ഒരു നന്മ നീ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തരണേ ഈശോയെ. ഞങ്ങൾ പിന്നീട് രണ്ടാമതായി ചിന്തിച്ചത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ, ദൈവനാമം ഏറ്റുപറയുന്നവരുടെ, ദൈവീക ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എല്ലാ കാലവും സന്തോഷമായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. തിരുഹിതത്തോട് വാക്കു പറഞ്ഞ മറിയവും തിരുക്കുമാരന്റെ വളർത്തുപിതാവാകുവാൻ സമ്മതമറിയിച്ച യൗസേപ്പും ഈ സഹനമൊക്കെ സഹിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പക്ഷം പിടിക്കുന്നവർക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല എന്നർത്ഥമില്ല. നമ്മുടെ സഹനങ്ങൾ ദൈവം നമ്മളെ കൈവിട്ടു എന്നതിൻ്റെ സൂചനയുമല്ല, മറിച്ച് ഒരു ബേത്ലഹേം ആവശ്യമുണ്ട്. ഒരു ബേത്ലഹേം ആവശ്യമുണ്ട്. ഒന്ന് പൊടിയേണ്ടത്, ഒന്ന് ഞെരുക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ദൈവിക പദ്ധതിയിൽ പങ്കുകാരാകുവാൻ
നിസാരരും ബലഹീനരുമായ നമ്മളെ കർത്താവ് ചേർത്ത് പിടിച്ചപ്പോൾ ആ വലിയ കരുണയ്ക്ക്, ആ വലിയ അംഗീകാരത്തിന് നമ്മൾ കൊടുക്കേണ്ട ഇത്തിരി പോന്ന വിലയാണല്ലോ ആ ബേത്ലഹേം. നമ്മളുടെ മേൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകൾ, നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തത, നമുക്കുണ്ടാകുന്ന നിരാശ, ഇതൊക്കെ ആ ബേത്ലഹേം അനുഭവമാണല്ലോ. കർത്താവേ, ചില വേളകളിൽ ഞാൻ നിരാശപ്പെട്ടു പോകാറുണ്ട്. കർത്താവേ, നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ബോധപൂർവം പാപത്തിൽ നിന്ന് മാറി നടന്ന് പുണ്യം ജീവിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ട് നിന്റെ നാമത്തെ ആപതുള്ളിടത്തൊക്കെ ആകുന്നിടത്തൊക്കെ ഏറ്റുപറയാൻ ശ്രമിച്ചിട്ട് നിന്റെ വചനത്തെ നാവിലും ജീവിതത്തിലും സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ട് എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളെന്ന് ഞാൻ ചോദിച്ചു പോയ നേരങ്ങൾ ഒത്തിരിയാണ് കർത്താവേ. അത്തരം നേരങ്ങളിൽ ഈ ബേത്ലഹേം ഒരു തിരിച്ചറിവായി എൻ്റെ മുമ്പിൽ തെളിയട്ടെ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട യൗസേപ്പും മറിയത്തിനും ആ ദൈവിക പദ്ധതി നിറവേറ്റുക എന്നത് എളുപ്പവഴിയായിരുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. അവരുടെ വഴികളിൽ പൂക്കൾ പെയ്തിരുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. മുള്ളു നിറഞ്ഞ സങ്കട വഴിയിലൂടെയാണ് അവർ രണ്ടുപേരും നടന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാണ്ടങ്ങ് നിരാശപ്പെട്ടു പോകാതിരിക്കാൻ ഈ യൗസേപ്പും മറിയവും അവർ നടന്ന ബേത്ലഹേമും എന്നെ പ്രചോദിപ്പിക്കട്ടെ ഈശോയെ. ഒടുവിലായി എൻ്റെ സഹനം മറ്റാർക്കൊക്കെയോ ആനന്ദമായി കർത്താവ് മാറ്റുന്നുണ്ടെന്ന്, ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒരു ഇത്തിരി തിരിവട്ടം തെളിയാൻ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കങ്ങൾ കർത്താവ് അവർക്ക് അനുഗ്രഹമായി മാറ്റിയെടുക്കുമെന്ന് തിരിച്ചറിയാൻ വിക്കാരിയസ് സഫറിംഗ് ആണ് നടക്കുന്നതെന്ന്. അതുകൊണ്ടല്ലേ ഞെരുക്കപ്പെട്ട് കാലിത്തൊഴുത്തിന്റെ പരിമിതിയിലേക്ക് ചുരുങ്ങി വൈക്കോൽ കൂട്ടത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ പുറത്തേക്ക് തിരുക്കുമാരനെ വേദനയേറെ ഏറ്റെടുത്ത് സഹിച്ച മറിയം പെറ്റിട്ട നേരത്ത് യൗസേപ്പ് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പുരോഹിതനെ പോലെ ആദരവോടെ മറിയത്തിന്റെ മുമ്പിൽ നിന്ന് അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത നിമിഷത്തിൽ അതിൻ്റെ ഒടുക്കം വാനമേഘങ്ങളിൽ ഒരു പാട്ട് മുഴങ്ങിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യൗസേപ്പിന്റെ മറിയത്തിന്റെ സഹനം, തിരുക്കുമാരന്റെ ചെറുതാകൽ, കാലിത്തൊഴുത്തിന്റെ പരിമിതി ഒക്കെ ആർക്കൊക്കെയോ സദ്വാർത്തയ്ക്ക് കാരണമാവുകയാണ്. ആരുടെയൊക്കെയോ വീടിന്റെ ഉയരങ്ങളിൽ ഒരു സുവിശേഷ ഗീതം ആലപിക്കപ്പെടുകയാണ്. കർത്താവേ, ഞാൻ സഹിക്കുന്നത് വഴി, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ കണ്ണീരനുഭവത്തിലൂടെ ഞാൻ മുന്നോട്ട് നടക്കുന്നത് വഴി മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ, അതാർക്കെങ്കിലുമൊക്കെ അനുഗ്രഹത്തിന്, വീണ്ടെടുപ്പിന്, പാപമോചനത്തിന്, വിടുതലിന് കാരണമാകുന്നുണ്ടെങ്കിൽ ഇനിയും സഹിക്കാമെന്ന് പറയാനുള്ള ക്രിസ്തീയ ആർജവത്വത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം രക്ഷയ്ക്കായി മാറ്റിയെടുക്കുന്നവനെ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലും രക്ഷ ഞങ്ങൾക്കായി ഒളിപ്പിച്ചു വെച്ച് കാലത്തിന്റെ പൂർണ്ണതയിൽ, സമയത്തിന്റെ പൂർണ്ണതയിൽ, നിന്റെ പദ്ധതിയിൽ ഞങ്ങൾക്കായി അത് വെളിപ്പെടുത്തി തരുന്ന ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവജനമേ, വീണ്ടും ഇരുകരവും ഉയർത്താം. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി അവന്റെ പദ്ധതികളെ ഏറ്റുപറയാം. അവന്റെ നാമത്തിന് മഹത്വം കരയേറ്റാം. കർത്താവേ, രക്ഷകനേ, നിനക്ക് ആരാധന, ആരാധന. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. നീ രക്ഷകനാണെന്നും നീ പാലകനാണെന്നും ഞങ്ങൾ
ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ രക്ഷകനാണെന്നും നീ പാലകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. 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 ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്, നീ രക്ഷകനാണെന്നും നീ അധിപതിയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അതിൻ്റെ അർത്ഥം അറിയണേ, നീ രക്ഷകനാണ്. എൻ്റെ ഏത് തകർച്ചയിൽ നിന്ന്, ഞാൻ വീണ് കിടക്കുന്ന ഏത് പാപച്ചുഴിയിൽ നിന്ന്, ഞാൻ പെട്ടുകിടക്കുന്ന നിരാശയുടെ നിലയില്ലാ കയത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ രക്ഷകനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധിപതിയാണെന്ന്, അധികാരമുള്ളവനാണെന്ന്, എന്നെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികൾക്കും മേൽ നിനക്ക് അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വലിയ ക്ലേശങ്ങളിലേക്ക് തള്ളിയിടുന്ന, എൻ്റെ കണ്ണീരൊഴുകാനിടയാകുന്ന എല്ലാ രോഗങ്ങളുടെ മേലും നിനക്ക് അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ ഭയപ്പെടുത്തുന്ന മരണത്തിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഇപ്പോഴും സങ്കടപ്പെടുന്ന എൻ്റെ മരണഭയത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ള, ആ മരണത്തെയും തോൽപ്പിച്ച അധികാരമുള്ളവനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എല്ലാറ്റിൻ്റെയും ലോകത്തിൻ്റെ, സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ, മനുഷ്യവർഗം മുഴുവൻ്റെ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള അധികാരിയായി, അധിപതിയായി ഏറ്റു പറയുമ്പോൾ എൻ്റെ ഭയത്തെയാണ് ഞാൻ തിരുമുമ്പാകെ സമർപ്പിക്കുന്നത്. ഇനി എനിക്ക് ഭയമില്ല. ഉടയവൻ അധികാരിയുടെ പക്ഷത്ത് ഞാൻ നിന്നാൽ ഇനി എനിക്ക് ഭയമില്ല. എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കുന്ന രക്ഷകനാണെന്ന്, എല്ലാറ്റിൻ്റെയും ഉടയവനായ അധിപതിയാണെന്ന് വിശ്വസിച്ചേറ്റു പറഞ്ഞ്, രക്ഷക, കർത്താവേ, നിന്നെ ഞാൻ ആരാധിച്ച് നിന്റെ അനുഗ്രഹത്തിനായി ഞാൻ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. നീ രക്ഷകനാണെന്നും നീ അധിപതിയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ രക്ഷകനാണെന്നും നീ അധിപതിയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. യേശുവേ
പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ